ഹായ് മക്കളെ, ജെസി സാറാണ്. സോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാലോ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മാർക്ക്? എല്ലാ ആൾക്കാർക്കും വിചാരിച്ച രീതിയിലേക്കൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഒട്ടുമിക്ക മക്കളും പറയുന്നുണ്ട്, സാർ വിചാരിച്ചതുപോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം വിചാരിച്ച ക്വസ്റ്റ്യൻസ് അല്ല വന്നിട്ടുള്ളത്, കുറച്ച് പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. മക്കൾക്ക് അറിയുന്നതാണ്, ഈ വർഷം 6ാം ക്ലാസ്സാണ്, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള പോർഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. എൻ്റെ മക്കൾക്കറിയാം, കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലും ഇതേപോലെ തന്നെ ടെക്സ്റ്റ് മാറി. ആ ടെക്സ്റ്റ് മാറിയ സമയത്തും നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റുകൾ പഠിച്ച മക്കളാണ് എൻ്റെ മുൻപിലുള്ളത്. കാരണം ഇപ്പോൾ നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ 8ാം ക്ലാസ്സിലെ മക്കൾ പഠിച്ചൊരു കാര്യമാണ്. അത് 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഭാഗങ്ങളാണ് ഇപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. സോ അത്രയും കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്കിനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത എക്സാം അല്ലെ, മെയിൻ എക്സാം. ആ മെയിൻ എക്സാമിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, നല്ല ടഫായിട്ട് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ വരിക. നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സോ നമുക്ക് നല്ല രീതിയിലേക്കുള്ളൊരു പഠനം, ചിട്ടയായിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക, നല്ല മാർക്ക് നമുക്ക് നേടാൻ പറ്റുക. എന്തുകൊണ്ട് 6ാം ക്ലാസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നു? നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പേരൻസ് ഉണ്ടാവും. പേരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അടുത്ത വർഷം 7ാം ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം, ഇത് 7ാം ക്ലാസ്സിനേക്കാൾ ഉപരി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം ആയിട്ടുള്ള USS എക്സാം എഴുതാൻ പോവുകയാണ്. സോ USS കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പഠിച്ചു തുടങ്ങണം? ഉറപ്പുള്ള കാര്യമാണ്, USS കിട്ടണമെങ്കിൽ 5, 6, 7 ക്ലാസ്സുകളിലുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് മാത്രമാണ് USS കിട്ടുക. പല ആൾക്കാരും 7ാം ക്ലാസ്സിലെത്തി, 7ാം ക്ലാസ്സിൽ നിന്നാണ് പലപ്പോഴും USSൻ്റെ ഒരു പഠനം തുടങ്ങുക. അപ്പോഴേക്കും നിങ്ങൾക്കറിയാലോ, നിലവിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ USSന് അധികം സമയം കളയാമെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അതൊരു ബേർഡൻ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നിലവിലുള്ള 5, 6, 7 ക്ലാസ്സുകളൊക്കെ തന്നെ വളരെ ചിട്ടയായിട്ട് നമ്മൾ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിവുകളൊക്കെ തന്നെ ക്രോഡീകരിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, 5 ആയാലും 6 ആയാലും 7 ആയാലും ഒക്കെ തന്നെ സിസ്റ്റമാറ്റിക് ഒരു പഠനം ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ 6ാം ക്ലാസ്സിലെ സംബന്ധിച്ചിടത്തോളം പല നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ട്യൂഷൻ സെൻ്ററുകളിൽ അധിക സ്ഥലങ്ങളിൽ എന്തില്ല, ക്ലാസ്സുകളില്ല. എല്ലാ ആൾക്കാരും 8ഉം 10ഉം ക്ലാസ്സുകളിലെ 8, 9 ക്ലാസ്സുകളിലെ അധികം ആൾക്കാരും ഒരു 10ാം ക്ലാസ്സൊക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സുകളൊന്നും എവിടെയും കിട്ടാനില്ല. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. സോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, ഇപ്പോൾ സൈലത്തിൻ്റെ ഏറ്റവും കിടിലനായിട്ടുള്ള വജ്ര ബാച്ചിനകത്ത് വലിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഓഫർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, വജ്ര ബാച്ചിനകത്തൊക്കെ ചേർന്ന് പഠിക്കുന്ന 10,000-കണക്കിന് കുട്ടികൾ ഇപ്പോൾ കേരളത്തിനകത്തുണ്ട്. സോ അങ്ങനെ ഒരു ബാച്ച് അത് അവസാനിച്ച സമയത്ത് ഇപ്പോൾ വേറൊരു അതായത് ചേരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തതാണ്. അതായത് ഇപ്പോൾ ഒരു 2.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് അതിലെ സ്ക്രോൾ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 15% ഓഫർ വജ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഓഫറുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഏറ്റവും ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വജ്രയുടെ ഭാഗമായി മാറാൻ പറ്റും. ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഈ ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അവർക്ക് എന്ത് ചെയ്യാം, അത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കും. അതേപോലെ തന്നെ എക്സാമുകൾ ഉണ്ടാവും, കൃത്യമായിട്ട് എക്സാമുകൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, കൃത്യമായിട്ട് ഓരോ ടേം വൈസ് ഇതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാമുകളെല്ലാം അതിനകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കണമെങ്കിൽ, പേരൻസ് ഇതുപോലെ തന്നെ ടീച്ചേഴ്സിന് ചോദിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള നിരവധിയായിട്ടുള്ള ഓപ്ഷൻസുകൾ അടങ്ങിയിട്ടുള്ളതാണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട പേരൻസിനോട് പറയുന്നു, നിങ്ങൾ 2026 നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് വജ്ര ബാച്ച് തന്നെയാണ് അല്ലേ. നിങ്ങൾക്കറിയാലോ, പഠനം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള ലോകത്ത്. സോ അതുകൊണ്ട് എല്ലാ പേരൻസും ഇത് കുട്ടികൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളത് ഹൃദയത്തിലേക്ക് ഈ ഒരു വാക്കുകൾ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയോട് പറയാനുള്ളത്, ഞങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളെ വിളിക്കുകയാണ്. എല്ലാ ആൾക്കാരും വജ്രയുടെ ഭാഗമായി മാറുക, അടിപൊളിയാക്കണം, ഉഷാറാക്കണം. ഈ വരുന്ന 6ാം ക്ലാസ്സിലും അടുത്ത വർഷത്തെ 7ാം ക്ലാസ്സിനകത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന USSഉം ഞങ്ങൾ വാങ്ങിത്തരും, ഉറപ്പാണ്. ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ്. ഞാനല്ല, ഒരുപാട് ഫാക്കൽറ്റീസ്, നിങ്ങൾക്കറിയാലോ സൈലത്തിൻ്റെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, കിടിലൻ ഫാക്കൽറ്റീസ് ഉണ്ട്. അവരെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. സോ എല്ലാ ആൾക്കാരും വജ്രയുടെ ഭാഗമാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ.